ഉൾത്തടത്തിൻ നടരിലെ ചകിതമാം കപിതലോഹം നീൾമുടിച്ചാർത്തുലയവേ ജലകണം ചിതറി വീഴ്കേ നീഹാരബാഷ്പമായി മഞ്ഞുനീരിൽ ചെന്തിക്കനൽ തൊട്ട നേരം ശ്വാസോന്മദം ഹരിതകം തിരയുന്ന ശിഖരങ്ങളാൽ കൊടിമിന്നൽ വിറയാർന്ന മുകിൽ മേനിയിൽ അടിയിലെ വേരിന്റെ പടലങ്ങളാൽ ഉറവകൾ കുടികൊള്ളും ആഴങ്ങളിൽ പരതുമൊരു വിവശതയിലിന്നു നാം ആ പാദമിടറുന്നുവോ പരതുമൊരു രാവിനിരുളിമാ മഞ്ഞുനീരിൽ ചിന്തിക്കനൽ തൊട്ട നേരം ശ്വാസോന്മദം കിളിവാതിലിടയിലെ വെയിൽ നാളമായി ആഴങ്ങളറിയുന്ന നിഴൽ നാഗമായി ഒരു ശംഖുപുഷ്പത്തിൽ ശലഭമായി ഒരു ചെമ്പരത്തി തൻ തുടുവിയർപ്പായി കുതറുമൊരു ജീവാഗ്നി നടനമിതിൽ അഴിയുന്നു ബോധങ്ങളുടെ ആടകൾ കുതറുമൊരു ജീവാഗ്നി നടനമിതിൽ അഴിയുന്നു ബോധങ്ങളുടെ ആടകൾ മലരിനും പോര മൃദുലത ഉഷസിനരുണിമ മഞ്ഞുനീരിൽ ചിന്തിക്കനൽ തൊട്ട നേരം ശ്വാസോന്മദം ഉൾത്തടത്തിൻ നടരിലെ ചകിതമാം കപിതലോഹം നീൾമുടിച്ചാർത്തുലയവേ ജലകണം ചിതറി വീഴ്കേ നീഹാരബാഷ്പമായി മഞ്ഞുനീരിൽ ചിന്തിക്കനൽ തൊട്ട നേരം നൈസ് നൈസ് നൈസ്. പാർവണ, ഓ സാറിന്റെ ഒരു ബ്യൂട്ടിഫുൽ സോങ് അല്ലേ? എങ്ങനെയുണ്ടായി? പ്രാക്ടീസ് ചെയ്യാനൊക്കെ പാടായിരുന്നോ? ഈസി ആയിരുന്നോ? സിമ്പിളായിരുന്നു. സിമ്പിളായിരുന്നു. ആ ആണോ? കുഴപ്പമില്ല. അവളെന്നെ ഇങ്ങനെ നോക്കും. അധികം ചോദ്യം ഒന്നും ചോദിക്കാൻ നിക്കണ്ടാന്ന്. വേണ്ട കുശുമ്പത്തി. എന്നാ ചേച്ചി ചേച്ചി മോളും അസലായിട്ട് പാടി. താങ്ക് യു മാം. ചില സ്ഥലങ്ങൾ മാത്രം കുറച്ചുകൂടി ഒരു സസ്റ്റെയിൻ ഉള്ള സ്ഥലങ്ങളും പിന്നെ അത് കട്ട് ചെയ്യുന്ന ചില ഭാഗങ്ങളും ഒക്കെ ഉണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവായിരുന്നു. ഞാനത് പാടിച്ചോട്ടെ സർ? മോളു ആ പല്ലവി ഒന്ന്. മഞ്ഞുനീരിൽ ചിന്തിക്കനൽ തൊട്ട നേരം ശ്വാസോന്മദം ഉൾത്തടത്തിൻ ഉൾത്തടത്തിൻ നടുവിലെ അടരിലെ അടവാണോ? ഉൾത്തടത്തിൻ നടുവിലെ
കപിതലോഹം നീൾമുടിച്ചാർ തുലയവേ ജലകണം ചിതറി വീഴുക. മോളെ അത് ബെൻഡ് സസ്റ്റെയിൻ ചെയ്യണം. ഉണ്ടാ നീൾമുടിച്ചാർ തുലയവേ ജലകണം ചിതറി വീഴുക. അല്ലടാ, അത് അടുത്ത നോട്ടൊന്നും മനസ്സിലുണ്ടാവണം. നീഹ അതാ വരാൻ പോകുന്നത്. അപ്പൊ നീഹാര അങ്ങനെ വരും. അപ്പൊ അതിനൊരു ഗ്ലൈഡ് ഉണ്ട്. അത് സ്പഷ്ടമാക്കണ്ട, പക്ഷെ എന്നാലും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തേക്കും മോളെ. അതെ, അതൊന്ന് പാടും. നീൾമുടിച്ചാർ തുലയവേ ജലകണം ചിതറി വീഴുക. നീഹാരബാഷ്പമായി. അത് സസ്റ്റെയിൻ ഉണ്ട് മോളോ. ഒന്നുകൂടെ ഒന്ന് കേൾക്കുമ്പോൾ ചില സസ്റ്റെയിൻസ് വരുമ്പോൾ അതിനൊരു ബ്യൂട്ടി കൂടുതലാണ്. അതിങ്ങനെ ഗ്ലൈഡ് ചെയ്ത് വന്നിട്ട് അടുത്ത നോട്ടിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു ഭംഗിയുണ്ടല്ലോ. അപ്പം അത് ശ്വാസം കിട്ടാണ്ടാകുമ്പോൾ അതങ്ങ് കട്ടായി പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അയ്യോ അത് കുറച്ചുകൂടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു മോള് കുറേ കാറ്റ് ഇങ്ങനെ പാടുമ്പോഴത്തേക്ക് ശ്വാസം പെട്ടെന്ന് തീർന്നു പോകും. ബ്യൂട്ടിഫുള്ളി പാടി, നന്നായി പാടി കേട്ടോ. നല്ല പാട്ടും കൂടിയാണ്. ഇല്ല, വല്ലാത്തൊരു ഫീലുള്ള ഒരു പാട്ടാണ്. അതിന്റെ പിക്ചറൈസേഷൻ ഒക്കെ കണ്ടിട്ടില്ലേ, എന്ത് മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. നല്ലൊരു പാട്ട് സെലക്ഷൻ. മോൾ ആരാണ് സെലക്ട് ചെയ്തത്? ഇവിടുന്ന് കിട്ടിയതാണ്. അതാര് തന്നതാണെങ്കിലും അവർക്കൊരു വലിയ കൈഡി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഡാ. താങ്ക് യു ചേച്ചി. ശ്രീറാം സർ. പാർവണ, അസലായിരുന്നു മോളുടെ ഈ എന്താ പറയാ ടോട്ടൽ പെർഫോമൻസ്. പിന്നെ ഈ സോങ്ങിന്റെ എന്നുള്ളതാണോ മോളുടെ ആ ലാസ്റ്റ് നോട്ട് എന്നുള്ളത്? ആ മഞ്ഞു നീരിൽ നിന്ന് പറയുന്ന ആ മഞ്ഞിന്റെ ആ മാ ഉണ്ടല്ലോ, അതാ അതിന്റെ ചുവട്ടിലേക്കൊക്കെ പോവോ നോട്ട്? അറിയൂല. എന്നുള്ള നോട്ട് അവിടെയൊക്കെ എത്തുമ്പോ ഒരുമാതിരി ഒരു വല്ലാണ്ട് അയ്യോ ഇത് വളരെ ചുവട്ടിലാണല്ലോ എന്ന് മോള് ഫീൽ ചെയ്ത പോലെ ഉണ്ട് എനിക്ക്. ചിലർ പ്രമദവനം പാടുമ്പോൾ മതവനം എന്ന് കേൾക്കും, കാരണം പ്രാൻ്റെ റേഞ്ച് ഉണ്ടാവില്ല. അതുപോലെ ഈ മഞ്ഞുനീരിൽ അതിൻ്റെ കൂടെ കുറച്ച് കാറ്റും കൂടി ആകുമ്പോഴാണ് ഈ നമുക്ക് ശ്വാസം മുട്ടുന്നത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ റേഞ്ചിൻ്റെ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. മോളത് കേട്ട് കാണുമല്ലോ ആ യോഡ്ലിങ്ങിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ പാടിക്കഴിഞ്ഞാൽ നമുക്ക് 1-2 നോട്ടൊക്കെ നമുക്ക് ചുവട്ടിൽ എക്സ്ട്രാ കിട്ടും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് നോട്ടാണെങ്കിൽ നമുക്ക് അത് പാടാനേ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ മോൾ പാടി നോക്കിയ ഒരു പ്രാവശ്യം കണ്ടോ, പകുതി ഏറെ വരുന്നത്. അതിനുശേഷമാണ് ആ മഞ്ഞ് ക്ലിയർ ആവണത്. കുറച്ചുകൂടി ബെറ്റർ ആക്കാം കേട്ടോ. ആൻഡ് ഇപ്പൊ ആ ബെൻഡ് അടിച്ചത് എങ്ങനെയാണെന്ന് ഒന്ന് പാടി കൊടുത്തോ? ഇപ്പൊ എനിക്ക് ഇപ്പോഴും കേട്ടില്ല ആ ബെൻഡ് അടിച്ചത്. അതെ, അത് പാടിയേ മക്കളെ. ഉൾത്തടത്ത് അത്തരം നിനക്ക് ശ്വാസം കിട്ടുന്നില്ല മക്കള്. അവിടെ തൊട്ട് പാടിക്കും. ഓക്കെ, എത്തിച്ചു. അത് അങ്ങ് ശരിയായിട്ട് അത് മനസ്സിലാക്കിയോ? എന്താ പറഞ്ഞെന്നുള്ള മനസ്സിലായി? അതങ്ങ് ഏറ്റ് റെഡിയാക്കിയാൽ മതി കേട്ടോ. ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ. ഹായ് മോളെ. ഹായ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറ, ആരൊക്കെയാണെന്നൊക്കെ ഉള്ളത് പറ, അതിനുശേഷം ഞാൻ പറയാം. ലിറിക്സ് റഫീഖ് അഹമ്മദ് സാർ, മ്യൂസിക് ശരത് സാർ, മൂവി തിരക്കഥ 2008, കൽപ്പന രാഘവേന്ദ്ര. അത്ര മോക്ക് അറിയാവോ? ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. പക്ഷെ മോളെ ഈ ഫിലിമിൽ ഒരു കാര്യം പറയാം. ഇത് ആ പാട്ടുകാരി പാടിയതിന് ശേഷം നമുക്ക് അറിയാവുന്ന ഒരു നല്ല പാട്ടുകാരിയെ കൊണ്ട് നമ്മളൊരു അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു നമുക്കൊന്ന് പാടിക്കാൻ ശരത്തേ എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ അത് പാടിച്ചു. അത് അസാധ്യമായിട്ട് പാടിക്കും. അപ്പോൾ അത് പാടിയിട്ട് പോയി. ഇപ്പോൾ ഈ 2 പാട്ടും ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. കാര്യം എൻ്റെ സെഷൻ കൊടുത്തു. പിന്നെ അപ്പോൾ ഇതിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് അത് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അത് ഓക്കെ, നീ നമുക്ക് ഇതിൻ്റെ
ഓഡിയോ ഇതിന് വേണ്ടി, കാരണം ബാക്കി എല്ലാം പുതിയവരൊക്കെ അല്ല പാടിയേക്കുന്നത്, ഒരു ഇതിന് അറിയാൻ വേണ്ടി ചിത്ര ചേച്ചിയെ കൂടെ കൊണ്ട് പാടിച്ചേക്ക് ശരത്തെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെന്താ സൂപ്പർ. ഇപ്പോൾ ചിത്ര ചേച്ചിയെ കൊണ്ട് പാടിച്ച് ഞാനിത് അയച്ചു കൊടുത്തു. ഇത് നമ്മൾ ഇവിടെ റീ റെക്കോർഡിങ്ങിന് വന്നു. അപ്പോൾ പാട്ടൊന്നും വന്നിട്ടില്ല, പാട്ടിൻ്റെ തുടക്കം മാത്രം ഇട്ടിട്ട് ആ സ്ഥലം ഗ്യാപ്പാണ്, കാരണം ഒരു എഡിറ്റ് കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ റീ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫിലിം അത് ഫൈനൽ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ പോയി നമ്മൾ പ്രീമിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഫൈനൽ മിക്സ് കേൾക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയിരുന്ന് കേട്ടപ്പോൾ ഞാൻ പാടിയ പാട്ടില്ല അതിന് വരും ചിത്ര ചേച്ചിയുടേതാണ് ഉള്ളത്. പിന്നെ ഈ മഞ്ഞുനീരിൽ ഞാൻ വേറൊരു സിംഗറിനെ കൊണ്ട് പാടിച്ചത് അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. അതെൻ്റെ അടുത്തിരിക്കുന്ന ആളാണ് മഞ്ചേരിയുടെ പാട്ട് പാടാൻ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പുറന്തള്ളപ്പെട്ടു ഈ ചിത്രത്തിൽ നിന്ന്. അല്ല, പക്ഷെ അതിൽ ആ പുറന്തള്ളപ്പെടുന്നതിൽ ശരത് സാറിന് പ്രശ്നമല്ല, സാറിന്റെ മ്യൂസിക്കാണ് സാറ് പാടിയത്. പക്ഷെ ഈ പ്രായത്തിൽ, അതായത് എന്താണ്, ഞാനൊരു 17 വയസ്സ് 18 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഇത് പാടാൻ ചെല്ലുന്നത്. അപ്പം ഇത് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ ശബ്ദമല്ല വേറെ ആളുടെ ശബ്ദം എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അത് ഇപ്പൊ പറയുമ്പോൾ നമുക്ക് കുറച്ച് ലാഘവത്തിൽ പറയാമെങ്കിലും അന്ന് മനസ്സ് ഒരുപാട് വിഷമിച്ചു. അപ്പൊ അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട് നമുക്ക്, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഇതിപ്പോ ഇപ്പൊ ഓർക്കുമ്പോൾ നമുക്ക് ചിരി വരും, അത് കുഴപ്പമില്ല. നൈസ്. അല്ല ശരത് സാർ, നമുക്ക് ചേച്ചിയുടെ വേർഷൻ ഞങ്ങൾക്കൊന്ന് കേൾക്കണം നേരിട്ട്. കേട്ടോളൂ, യൂട്യൂബിലുണ്ട്. ചേച്ചി നേരിട്ട് പ്ലീസ്. മഞ്ഞുനീരിൽ ചിന്തിക്കനൽ തൊട്ട നേരം ശ്വാസോന്മദം ഉൾത്തടത്തിൻ നടറിലെ ചകിതമാം തപിതലോഹം നീൾമുടിച്ചാർ തുലയവേ ജലകണം ചിതറി വീഴേ നീഹാരബാഷ്പമായി മഞ്ഞുനീരിൽ ചിന്തിക്കനൽ തൊട്ട നേരം ശ്വാസോന്മദം. സോറി, ലാസ്റ്റ് തട്ടിപ്പോയി. സർ കണ്ടിന്യൂ. മോളെ നന്നായിട്ട് പാടിയതാ. ഇപ്പൊ എന്താ പറയുക, മഞ്ചേരി ശ്രീറാമൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് ആ മോള് ചരണം ഒന്ന് പാടാമോ? കിളിവാതിലിടയിലെ വെയിൽ നാളമായി ആഴങ്ങളറിയുന്ന നിഴൽ നാഗമായി എല്ലാ ബെൻഡുണ്ട് മോളെ, എല്ലാ ഫ്രേസിന്റെയും എൻഡിൽ ബെൻഡുണ്ട്. ഒരു ശംഖുപുഷ്പത്തിൽ ശലഭമായി ഒരു ചെമ്പരത്തി തൻ തുടുവിയർപ്പായി കുതറുമൊരു ജീവാഗ്നി നടനമിതിൽ അണിയുന്നു അല്ല അഴിയുന്നു. കുതറുമൊരു ജീവാഗ്നി നടനമിതിൽ അഴിയുന്നു ബോധങ്ങളുടെ ആടകൾ. നൈസ് നൈസ്. അടുത്തത് റിപ്പീറ്റ് വേണ്ട മോളെ, അങ്ങനെ പിന്നെ അത് തന്നെ പാടും. എത്ര ചൊല്ലി കുതറും കൊച്ചെ. അടുത്തത് മലരിനും പൂരമൃദുലത ഉഷസിനരുണിമ. നൈസ് നൈസ്, വെരി ഗുഡ് മുത്ത്. താങ്ക് യു മാം. മാമോ നിനക്ക് മാർക്കേ ഇല്ല. താങ്ക് യു മാം. സോറി മക്കളെ, അത്ര ഉള്ളടാ. താങ്ക് യു സർ. എനിക്കൊരു സർപ്രൈസ് ഉണ്ട് മോക്ക്, ഒരു ചെറിയ സർപ്രൈസ്. ഞാൻ അറിയാണ്ടോ? അതല്ലേ സർപ്രൈസ്. ഇത് ഇവൾക്കാന്ന് പറഞ്ഞു. പാർവനല്ല, പാർവണയ്ക്ക്. ഓക്കെ. ശരത്, പാർവണ, ഇത് റഫീഖ് അഹമ്മദാണ്. തിരക്കഥ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു പാട്ടുണ്ടല്ലോ, നമ്മുടെ മഞ്ഞുനീരിൽ ചെന്തിക്കനൽ. അത് ശരത്ത് വളരെ മനോഹരമായ സംഗീതം കൊണ്ട് അതിനെ, ആ പാട്ടിനെ വളരെ വളരെ ഭംഗിയുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള പാട്ട് എന്നുള്ള രീതിയിൽ എനിക്കും വളരെ സന്തോഷമുള്ള, കേൾക്കാൻ വളരെയധികം താല്പര്യമുള്ള ഒരു പാട്ടാണത്. ഞാൻ ചെയ്ത പാട്ടുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ് അത്. പാർവണ ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് പാടുന്നു. അതിമനോഹരമായിട്ടുള്ള ശബ്ദമാണ് പാർവണയുടെ. ഒരുപാട് ഭാവിയുണ്ടെന്ന് തോന്നുന്നു. പാർവണയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. അതോടൊപ്പം ശരത്തിന് ഇതിനു മുമ്പും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. അപ്പം മക്കൾ പാടിയത് ഞാൻ ഇവിടെ ഇട്ട് ഓൺ ചെയ്ത് കേൾപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അണ്ണാച്ചിയെ, പ്രിയങ്കരനായ റഫീഖ് അഹമ്മദ് അണ്ണാച്ചിയെ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ.
താങ്ക് യു സർ. താങ്ക് യു ശരത് ഇറ്റ്സ് സർ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ മോളെ. ഇത്രയൊക്കെ ദ്രോഹിക്കാൻ പറ്റും എനിക്ക്. ഓക്കെ ശരത് സർ, എന്തോ എത്ര മാർക്ക്? മക്കളെ, ഓ ഞാൻ മക്കൾക്ക് 8.7 മാർക്സ് തരാം. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി? പാർവണയ്ക്ക് ഞാൻ 8.8 മാർക്സ് തരും. താങ്ക് യു താങ്ക് മാം. യു ചേച്ചി. ശ്രീറാം സർ? ആൾറെഡി റിട്ടേൺ ഉണ്ട് ഭരണിക്കകത്തോണ്ട്. ശശിയേട്ടൻ എവിടെ? ഭരണിയിലുണ്ട്. ഓക്കെ സോ ടോട്ടൽ 17.5. Ni pa maga sa sa